ഫൈനലി നമ്മളെ ഗെയിമിലോട്ട് നമ്മുടെ അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിലൂടെ നമുക്ക് നമ്മളെ ഗെയിമിലോട്ട് ലെംബോർഗിനി ഹുറുസ് എന്ന് പറയുന്ന ഈ ഒരു കാറുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെംബോർഗിനി ഹുറുസിൻ്റെ ചീറ്റ് കോഡ് എത്രയാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാതിരിക്കുക. പിന്നെ നമ്മളെ ഗെയിമിലോട്ട് ഈ ഒരു അപ്ഡേറ്റിലൂടെ തന്നെ നമ്മളെ ഗെയിമിലോട്ട് മെഷീൻ ഗണ്ണും പുതിയൊരു ഗ്രനേഡ് വന്നിട്ടുണ്ട്. ഓക്കെ, ആവശ്യം മിഷൻ കാരണം പുതിയൊരു ഗ്രനേഡ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ ഗെയിമിലോട്ട് GTA 5 പുതിയായിട്ടുള്ള മിഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, GTA 5 കളിക്കുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു മിഷനാണിത്. അപ്പോൾ GTA 5 ആ ഒരു മിഷൻ നമ്മുടെ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ GTA 5 ആ ഒരു മിഷൻ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിലായിട്ട് തന്നെ പറഞ്ഞുതരാം. വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണുന്നവർക്ക് ഫുള്ളായിട്ട് മുഴുവനായിട്ട് കണ്ടാലും നിങ്ങൾക്ക് ഈ ഒരു മിഷൻ നമ്മളെ ഗെയിമിലോട്ട് എങ്ങനെ ആഡ് ചെയ്തെന്ന് അറിയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ അപ്ഡേറ്റിനെ കുറിച്ചൊക്കെ ഡീറ്റെയിലായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു മിഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഗെയിമിനകത്തൊന്ന് കയറാം. അതിനുശേഷം നിങ്ങൾ സെറ്റിങ്സിൽ കയറിയതിനു ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്ലോട്ട് സെലക്ട് ചെയ്യാം. മോഡ് സ്ലോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു സ്ലോട്ട് സെലക്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കും. ഞാൻ ഇപ്പോൾ GTA 5 എന്നാണ് കൊടുക്കുന്നത്. GTA 5 മിഷൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ GTA 5 മിഷൻ എന്ന് കൊടുത്തിട്ട് പ്ലേ കൊടുക്കുക. ഓക്കെ, പ്ലേ കൊടുത്തതിന് ശേഷം കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോൾ ഗെയിം ലോഡിംഗ് ആയിട്ട് വരും. ഓക്കെ ഗൈസ്, അപ്പോൾ ഗെയിം ലോഡിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നേരെ നിങ്ങളിപ്പോൾ സ്പോണായ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങിയിട്ട് ഈ ഒരു ലിങ്ക് നമ്മുടെ ഈ ഒരു വീഡിയോക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം. നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്ത് നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക. അവിടെ നേരെ നിങ്ങളുടെ മൊബൈൽ ഡാറ്റ ഓൺ ചെയ്യുക. ഞാൻ ഇപ്പോൾ മൊബൈൽ ഡാറ്റ വൈഫൈ ആണ് ഓൺ ചെയ്യുക. മൊബൈൽ ഡാറ്റ ഉള്ളവർക്ക് മൊബൈൽ ഡാറ്റ ഓൺ ചെയ്യുക. അപ്പോൾ വൈഫൈ ഓൺ ചെയ്യുക. എന്നിട്ട് കുറച്ച് സമയം ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ പേസ് എന്ന് പറഞ്ഞ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പേസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഫയൽ ലോഡിംഗ് എന്ന് എഴുതി കാണിക്കും. പ്ലീസ് വെയിറ്റ് എന്ന് എഴുതിയതിനു ശേഷം ഫയൽ ലോഡിംഗ് എന്ന് എഴുതി കാണിച്ചിട്ട് 5 മിനിറ്റ് ടൈമർ പോകും. 5 മിനിറ്റ് ടൈമർ വെയിറ്റ് ചെയ്യേണ്ട. ജസ്റ്റ് നിങ്ങളൊന്ന് നെറ്റ് ഒന്ന് ഓഫ് ചെയ്യുക. ഞാൻ ഇപ്പോൾ വൈഫൈ ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നേരെ ഗെയിം ഒന്ന് റീഫ്രഷ് ചെയ്യുക. ഗെയിം ബാക്ക് അടിച്ചിട്ട് ഗെയിമിനകത്ത് ഒന്നുകൂടെ ഒന്ന് കയറിയാൽ മതി ഗൈസ്. ഓക്കെ, അപ്പോൾ ഗെയിം ഒന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഗെയിമിനകത്ത് ഒന്നുകൂടെ കയറുമ്പോൾ ഇവിടെ നമ്മളെ ചെക്ക് പോയിന്റ് ഡയറക്റ്റ് നമ്മുടെ ആ ഒരു GTA 5 മിഷനിൽ തന്നെ ഡയറക്റ്റ് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് പോയിന്റ് കാണാൻ എടുക്കാൻ പറ്റും. ഒരു കാറുണ്ട്, അതിൽ മുട്ടിച്ച കാർ എന്തെങ്കിലും കൊണ്ട് അതിൽ മുട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ചെക്ക് പോയിന്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും വേറെ ലെവൽ GTA 5 ഞാൻ കുറച്ച് നമ്മളെ നിഞ്ചയുടെ ബൈക്കും അങ്ങനത്തെ കുറച്ചധികം ബൈക്കും കാര്യങ്ങളൊക്കെ ഇവിടെ വിളിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഇതിപ്പോൾ ഡ്രോൺ മോഡ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എന്തായാലും നമ്മൾ RJ Studio ഡ്രോൺ ഓൺ നിങ്ങളൊക്കെ അടിച്ചു കൊടുക്കുകയാണ്. ഡ്രോൺ ഓൺ. ഓക്കെ, അപ്പോൾ ഡ്രോൺ മോഡ് നിങ്ങളൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ ഡ്രോൺ മോഡ് ഉപയോഗിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷേ എല്ലാം സ്പോൺ റിവ്യൂലായിട്ട് കളഞ്ഞിട്ടാണ് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു മിഷൻ ആഡ് ചെയ്ത് വന്നിട്ടുള്ളത്. അടിപൊളി ഒരു മിഷനാണ്. നല്ല മിഷനാണ്. ഭൂമിയുടെ അടിയിലൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി മിഷനാണ്. അപ്പം സൂപ്പർ മിഷനാണ്. അപ്പോൾ എല്ലാ കൂട്ടരും ട്രൈ ചെയ്തൊക്കെ അടിപൊളി ഒരു മിഷനാണ്. ഓക്കെ, അപ്പം ഇത് നമ്മുടെ GTA 5 കളിക്കുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു മിഷൻ തന്നെയുണ്ട്. അത് ഫേമസ് മിഷനാണ്. ഓക്കെ, അതിൽ വലിയ വലിയ റാമ്പുകളും കാണാനൊക്കെ ഈ ഒരു മിഷനിൽ കൊടുത്തിട്ടുണ്ട്. അടിപൊളി റാമ്പ് എന്ന് വെച്ചാൽ അടിപൊളി റാമ്പ്. കുറച്ച് പാടുള്ള മിഷനാണ് ഇത്. ഓക്കെ, എന്തായാലും സൂപ്പർ ആയിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുള്ള അടിപൊളി റാമ്പുകളും അങ്ങനത്തെ കുറേ ഐറ്റംസ് ഇതിൽ തന്നെ ഉണ്ട്. അടിപൊളി മിഷൻ എന്ന് വെച്ചാൽ അടിപൊളി മിഷനാണ്. അപ്പം എല്ലാ കൂട്ടുകാരും ഈ ഒരു മിഷൻ ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലിങ്ക് എന്തായാലും ഈ ഒരു മിഷൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ ഒരു വീഡിയോക്ക് താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ അവസാനം എത്തുമ്പോൾ ഫിനിഷ് എന്ന് വിന്നർ എന്ന് നിങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ അവസാനം പറഞ്ഞ ഈ മിഷൻ്റെ എന്തായാലും സൂപ്പർ മിഷനാണ്. എല്ലാ കൂട്ടുകാരും ഈ ഒരു മിഷൻ എടുത്തൊന്ന് കളിച്ച് നോക്കുക. അടിപൊളി മിഷനാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു മിഷനുകളൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കുക. സൂപ്പർ മിഷനാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ഈ ഒരു അപ്ഡേറ്റ് നമ്മുടെ ഗെയിമിലോട്ട് വന്ന ലെംബോർഗിനി ഹുറുസ്. അപ്പോൾ ഇപ്പം നമ്മുടെ ഗെയിമിലോട്ട് അതിപ്പോൾ നിങ്ങൾ കണ്ട എനിക്ക് കിട്ടിയ ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഇപ്പം നമ്മുടെ ഗെയിമിലോട്ട് അപ്ഡേറ്റ് ഫൈനലി വന്നിട്ടില്ല. അപ്ഡേറ്റിൻ്റെ ചെറിയൊരു വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടതാണ്. ഈ ഒരു അപ്ഡേറ്റിൽ ചിലപ്പോൾ ഇന്നോ അല്ലെങ്കിൽ നാളെയോ അതിൻ്റെ മറ്റന്നാളോ ആയിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് ഒരു അപ്ഡേറ്റ് വരുന്നത്. അതിലൂടെ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ലെംബോർഗിനി ഹുറുസ് എന്ന് പറയുന്ന ഈ ഒരു കാറ് കൊണ്ടുവരും നമ്മുടെ ഡെവലപ്പർ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഇന്ന് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ തന്നെ നാളെ ഗെയിമിലോട്ട് അപ്ഡേറ്റ് വരും, അല്ലെങ്കിൽ മറ്റന്നാൾ വരും. ഇതിലേതെങ്കിലും 3 ദിവസം ഒരു അപ്ഡേറ്റ് വന്നാൽ എന്തെങ്കിലും ഗെയിമിന് ഈ ഒരു ലെംബോർഗിനി ഹുറുസ് കയറ്റും എന്തെങ്കിലും എററോ ഫംഗ്ഷനോ വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ഡേറ്റ് കൂട്ടി വയ്ക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചിലപ്പോൾ അപ്ഡേറ്റ് ഡേറ്റ് നല്ല രീതിയിൽ തന്നെ കൂട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഗെയിമിലോട്ട് ചിലപ്പോൾ ഇന്ന് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇല്ലെങ്കിൽ അപ്ഡേറ്റ് വരിക, അല്ലെങ്കിൽ നല്ല താമസിച്ചായിരിക്കും അപ്ഡേറ്റ് വരുന്നത്. ഇതിലേതെങ്കിലും ഒന്ന് കൺഫേം ആണ്. അപ്ഡേറ്റ് വരുന്നതിനെ കുറിച്ചിട്ട് കൺഫേം ആണ്. അപ്പം എല്ലാ കൂട്ടരും കാത്തിരിക്കുക. എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് നിങ്ങളിപ്പോൾ കണ്ടതുപോലത്തെ ലെംബോർഗിനി ഹുറുസ് എന്ന് പറയുന്ന ഒരു കാറ് വരും. ഓക്കെ, അപ്പോൾ ലെംബോർഗിനി ഹുറുസ് അത് നിങ്ങളെ ലെംബോർഗിനി
XUV മോഡലാണ് ആ ലംബോർഗിനി ഹുറുസ് എന്ന് പറയുന്ന ആ ഒരു കാറ്. ഓക്കെ, അപ്പോൾ ആ ലംബോർഗിനി ഹുറുസ് വേറെ ലെവൽ മോഡിഫൈഡ് ഇറക്കുമെന്നാണ് നമ്മുടെ ഡെവലപ്പർ പറയുന്നത്. അടിപൊളി വലിയൊരു കാറാണ് നമ്മുടെ ഗെയിമിലോട്ട് ആ ഒരു ലംബോർഗിനി ഹുറുസ് എന്ന് പറയുന്ന ആ ഒരു കാറ് വലിയൊരു കാറാണ്. അതെന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ആ ഒരു ലംബോർഗിനി ഹുറുസ് എന്ന് പറയുന്ന ആ ഒരു കാർ കൊണ്ടുവരാൻ നമ്മുടെ ഡെവലപ്പർ പറഞ്ഞിട്ടുണ്ട്. അത് 100% സത്യമാണ്. നമ്മുടെ ഗെയിമിലോട്ട് ആ ലംബോർഗിനി ഹുറുസ് എന്ന് പറയുന്ന ആ കാർ വരുമെന്നുള്ളതിൻ്റെ 100% സത്യമാണ്. അപ്പോൾ എല്ലാ കൂട്ടരും കാത്തിരിക്കുക നമ്മുടെ ഗെയിമിലോട്ട്. എന്തായാലും ഗൈസ് ഈ ഒരു ലംബോർഗിനി ഹുറുസ് എന്ന് പറയുന്ന ഈ ഒരു കാറ് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടരും ജസ്റ്റ് കാത്തിരിക്കും. ഓക്കെ, അടിപൊളി കാറാണ്. പക്ഷേ എന്തായാലും ആ ഒരു കാർ വേറെ ലെവലാണ്. ഇതാണ് ഗൈസ് ഈ ഒരു കാർ നമ്മുടെ ഗെയിമിലോട്ട് വരാൻ നമ്മുടെ ലംബോർഗിനി ഹുറുസ്. ഇപ്പോൾ എന്തായാലും സൈഡ് വ്യൂ മാത്രമേ നമുക്കിപ്പോൾ വീഡിയോ ആയിട്ട് കിട്ടിയിട്ടുള്ളൂ. അതിൻ്റെ നമ്മളെ ഫ്രണ്ട് വ്യൂ ഇതുവരെയും റിലീസായിട്ടില്ല. സൈഡ് വ്യൂ മാത്രമേ നമുക്കിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് കിട്ടിയിട്ടുള്ളൂ. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഈ ഒരു വീഡിയോയിൽ ചിലപ്പോൾ ഞാൻ ഉൾപ്പെടുത്തും, അല്ലെങ്കിൽ ഇനി വരുന്ന വീഡിയോസിലായിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട് ഫുള്ളായിട്ട് ഈ ഒരു കാറിൻ്റെ ഫുൾ ഫീച്ചേഴ്സും ഞാൻ ഇനി വരുന്ന വീഡിയോയിൽ കറക്റ്റായിട്ട് തന്നെ ഉൾപ്പെടുത്തുന്നതാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ കറക്റ്റായിട്ട് ഉൾപ്പെടുത്താൻ പറ്റിയില്ല ഗൈസ്. ഓക്കെ, അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഫുള്ളായിട്ട് ഉൾപ്പെടുത്തുന്നതാണ്. പിന്നെ ഗൈസ് നമ്മളെ ഗെയിമിലോട്ട് ഈ ഒരു മിഷൻ ഗണ്ണും കാണൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മിഷൻ ഗണ്ണും പിന്നെ പുതിയൊരു സ്മോക്ക് വന്നിട്ടുണ്ട്, സ്മോക്ക് ഗ്രനേഡ് അതും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്മോക്ക് ഗ്രനേഡ് നമുക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും വേറെ ലെവലൊരു സ്മോക്ക് ഗ്രനേഡ് തന്നെയാണ്. അപ്പോൾ അതും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വലിയൊരു സ്മോക്ക് ഗ്രനേഡും പിന്നെ നമ്മൾ മിഷൻ ഗൺ മിനി ഗണ്ണെന്ന് പറയും. ആ ഒരു മിനി ഗണ്ണും നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നത് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞിട്ടുണ്ട്. ഇതും അതിൻ്റെ കൂട്ടത്തായിരിക്കണം കൊണ്ടുവരുന്നത്. അതിനെക്കുറിച്ചൊക്കെ അപ്ഡേറ്റ് ഇനിയും നിങ്ങളായിട്ട് അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്ര നമ്മൾ ലെങ്തിയാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. തന്നെ ഇത്രയും പറഞ്ഞ് നമ്മൾ നിർത്തുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ള വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലത്തെ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.